സ്കൂളുകളിലെ സൂംബ ഡാൻസ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചുള്ള ആഭാസമാണെന്നാണ് SYS സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായിയുടെ വിമർശനം. സൂംബ ഡാൻസ് പാശ്ചാത്യ സംസ്കാരമാണ്. ലഹരിക്കെതിരെയാണെങ്കിലും സ്കൂളുകളിൽ അത് അടിച്ചേൽപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ല. അപ്പോൾ ഇത് ഈ വേഷം ധരിക്കണം എന്ന നിർബന്ധമോ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നുകൊണ്ട് ഇത് പരിശീലിക്കണം എന്ന കാർക്കശ്യമോ ഗവൺമെൻറ് തലത്തിൽ ഉണ്ടെങ്കിൽ മാത്രം നമ്മളത് നിരുത്സാഹപ്പെടുത്തുകയും രക്ഷിതാക്കളെ അത് ബോധവൽക്കരിച്ച് കുട്ടികളെ ജാഗ്രത പുലർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന രീതി മാത്രമാണ് നമ്മൾ ഈ കാഴ്ചപ്പാടുമായി കൊണ്ട് മുന്നോട്ട് പോകുന്നത്. വിമർശനവുമായി സമസ്ത നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂരും രംഗത്തെത്തി. ഒരുമിച്ച് ആടിപ്പാടിയുള്ള ഒരു പ്രക്രിയ നമ്മുടെ യുവസമൂഹത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ലഹരിയിൽ നിന്ന് ജനങ്ങളെ മുക്തമാക്കുന്നതിന് ഏറ്റവും പ്രധാനമായി നല്ല ബോധവൽക്കരണമാണ് ആവശ്യം. സർക്കാർ അധ്യാപകൻ കൂടിയായ വിസ്ഡം ഇസ്ലാമിക് മിഷൻ നേതാവ് TK അഷ്റഫ് സൂംബ ഡാൻസ് അധാർമികമാണെന്ന നിലപാട് ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം മതസംഘടനകളുടെ നിലപാടിനെ തള്ളിയ മന്ത്രി R ബിന്ദു സൂംബ ഡാൻസ് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ നേട്ടത്തിനാണെന്ന് വ്യക്തമാക്കി. സൂംബ കുട്ടികൾ ചെയ്യുന്നത് അവർക്കും പൊതുസമൂഹത്തിനും വളരെ ഗുണകരമാണ് എന്നുള്ളത് ഏത് ആൾക്കും പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാകുന്ന കാര്യമാണ്. മതസംഘടനകൾ നിലപാട് തിരുത്തണമെന്ന് SFI. കേരളം മാറിയതനുസരിച്ച് എല്ലാവരും മാറണം. അപ്പോൾ അവരിത് മാറി വരണമെന്നുള്ളതാ, ഈ പുനർചിന്തനം അവർ നടത്തണമെന്നുള്ളതാ പറയാനുള്ളത്. അപ്പോൾ ഇത് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടമായി എല്ലാവരും കാണണം. അത് മതമെന്നോ ജാതിയെന്നോ അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളൊന്നും വേർതിരിക്കേണ്ട കാര്യമില്ല. മതസംഘടനകളുടെ എതിർപ്പിനിടെ കാസർഗോഡ് തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സൂംബ ഡാൻസ് പരിശീലിക്കുന്ന ദൃശ്യങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഫേസ്ബുക്കിൽ പങ്കുവച്ചു. കുട്ടികൾ കളിച്ചു ചിരിച്ച് ആരോഗ്യത്തോടെ വളരട്ടെയെന്ന് മന്ത്രിയുടെ കുറിപ്പുമുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.